നീണ്ട 7 വർഷത്തിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലെത്തിയിരിക്കുകയാണ്. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം അവിടെ എത്തിയത്. ഷീ ജിങ് പിന്നുമായിട്ട്, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിന്നുമായിട്ട് അദ്ദേഹം ചർച്ചകൾ നടത്തുന്നുണ്ട്. അതുപോലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായിട്ടും അദ്ദേഹം അവിടെ വെച്ച് കൂടിക്കാഴ്ച നടത്തുന്നു. സർ, എന്തൊക്കെയായിരിക്കും ചൈനയിൽ സംഭവിക്കുക? എന്തൊക്കെ നിർണായക തീരുമാനങ്ങളിലേക്കായിരിക്കും മോദിയും ഷീ ജിൻപിങ്ങും പുടിനും കൂടി ചേർന്ന് പോവുക? അത് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒന്നും നടന്നില്ലെങ്കിൽ പോലും 3 വൻ ശക്തികൾ ഒന്നിച്ചതോടുകൂടി ലോകക്രമം മാറി, ലോക ജിയോ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ലോകത്തെ ജനസംഖ്യയുടെ 1/3 വരുന്ന അതിലധികം വരുന്ന രാഷ്ട്രങ്ങളാണ് ഇപ്പോൾ ഒന്നിച്ചിരിക്കുന്നത്. ഇന്ത്യയും ചൈനയും ചേരുമ്പോൾ തന്നെ 1/3 കഴിയും. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ റഷ്യയും കൂടി ചേരുകയാണ്. അപ്പോൾ ലോകത്ത് ആളുകളാണ് ഏറ്റവും വലിയ, അല്ലെങ്കിൽ ജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തി. അപ്പോൾ ആ ശക്തി നോക്കിയാൽ തന്നെ ഇപ്പോൾ ഒരു വലിയ സമ്മേളനമാണ് നടക്കുന്നത്. 3 നേതാക്കളല്ല, 3 രാഷ്ട്രങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന, അത്തരത്തിൽ കോടിക്കണക്കിന് ജനങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് നരേന്ദ്രമോദി, ഷീ ജിൻപിങ്, പുടിൻ 3 പേരും യോജിക്കുന്നത്. അത് വെറും ജനങ്ങൾ മാത്രമല്ല, ലോകത്ത് ഇന്ന് ലീഡിംഗ് ആയിട്ടുള്ള 3 രാഷ്ട്രങ്ങളെന്ന് തന്നെ പറയാം. റഷ്യ കുറച്ച് സാമ്പത്തികമായിട്ടൊക്കെ ഒലഞ്ഞിട്ടുണ്ട് യുദ്ധം കാരണം. പക്ഷെ അവരിപ്പോഴും ലോകത്തെ പവർഫുൾ നേഷനാണ്, ഏറ്റവും കൂടുതൽ അണുവായുധമുള്ള നേഷനാണ്. ഇന്ത്യ പാകിസ്ഥാനുമായി നമ്മൾ നടത്തിയ ഒരു ചെറിയ പടക്കക്കളിയോടുകൂടി ലോകത്തിന് മനസ്സിലായി നമ്മളും ഒട്ടും വലിയ ഒരു ആയുധ ശക്തിയാണ്. കാലാൾപ്പട മുതൽ നമ്മുടെ നാവികസേന, വ്യോമസേന എല്ലാം ലോകോത്തരമാണ് എന്ന് മനസ്സിലായി. ചൈന അതുപോലെ തന്നെ ഒരു വലിയ ശക്തിയാണ്. യുദ്ധത്തിലായാലും സമാധാനത്തിലായാലും വ്യാപാരത്തിലായാലും സാമ്പത്തികത്തിലായാലും എല്ലാത്തിലും ചൈനയുടെ ഒരു നിർണായക പങ്ക് ഈ ലോകത്തുണ്ട്. എവിടെയൊക്കെ വഴക്കുണ്ടാകുന്നോ അതിലൊക്കെ ചൈനയ്ക്ക് പങ്കുണ്ട്. എവിടെയൊക്കെ സമാധാനം ഉണ്ടാക്കുന്നുണ്ടോ അതിലും ചൈനയ്ക്ക് പങ്കുണ്ട്. എവിടെയൊക്കെ വ്യാപാരമുണ്ടോ അതെ, വ്യാപാരം എവിടെയൊക്കെ നല്ല ലോകം മുഴുവനാണ്. ആഗോള വ്യാപാരത്തിന്റെ ഒരു കുത്തകയാണ് ചൈന ഏറ്റെടുത്തിരിക്കുന്നത്. 2030 ചൈന അമേരിക്കയെ പോലും മറികടന്നുകൊണ്ട് 1ാമതാകും എന്നുള്ളതാണ് പല എക്കണോമിസ്റ്റുകളുടെയും പ്രവചനം. ഒരുപക്ഷെ ഒരു 5 വർഷം കൂടെ കഴിയുമ്പോൾ 2035 ഇന്ത്യ 2ാമതാകുമോ, US 3ാമതാകുമോ എന്നുള്ള ഭയമാണ് US-ന്. 2038 അങ്ങനെ സംഭവിക്കുമെന്ന് ചില സാമ്പത്തിക വിദഗ്ധർ പ്രവചിക്കുന്നുണ്ട്. കാരണം ട്രംപിന്റെ ഇപ്പോഴത്തെ പോക്ക് സാമ്പത്തികമായി അമേരിക്കയെ നടുവൊടിക്കുന്നത്. നമ്മളുമായിട്ടുള്ള വ്യാപാര കരാർ മാത്രമല്ല, ലോകത്തെ പലരുമായി ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ ഒരസൽ, അധിക ചുങ്കം, ഇതൊക്കെ പലരെയും മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. മാത്രമല്ല, വർദ്ധിച്ചു വരുന്ന കടം, പൊതുകടം അമേരിക്കയിൽ വർദ്ധിച്ചു വരികയാണ്. അതിനൊക്കെ പ്രധാന കാരണം അവർക്ക് ആയുധങ്ങൾ വിൽക്കുക എന്നുള്ള പഴയ നടപടി പോലും ഇപ്പം നേരെ നടത്താൻ പറ്റുന്നില്ല. കാരണം ഇന്ത്യ, ചൈന, റഷ്യ ചേർന്ന് കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും നല്ല ആയുധ ഫാക്ടറികൾ ഇതായി മാറും. ഏറ്റവും നല്ല ടെക്നോളജി കൈവശമുള്ളവരായി മാറും. ഏറ്റവും വില കുറച്ച് ആയുധങ്ങൾ നിർമ്മിക്കാൻ ലോകത്ത് കഴിയുന്ന ഒരു ശക്തിയായി മാറും. ഇത് അമേരിക്കയുടെ നടുപിടിക്കുന്ന സംഗതിയാണ്. ഇതും അമേരിക്കയ്ക്ക് വന്ന ഒരു വിപത്താണ് ട്രംപിന്റെ ഈ കളി കാരണം, എടുത്തുചാട്ടം കൊണ്ട് സംഭവിച്ച ധിക്കാരം കാരണം. അദ്ദേഹം ഇപ്പോഴും അമേരിക്കയുടെ പ്രസിഡന്റായിട്ടല്ല, അദ്ദേഹം ലോകത്തിന്റെ പ്രസിഡന്റായിട്ട് അല്ല. അദ്ദേഹം അമേരിക്കയെ കാണുന്നത് അദ്ദേഹത്തിന്റെ ഒരു കമ്പനി ആയിട്ടാണ്. ലോകരാഷ്ട്രമായിട്ട് അദ്ദേഹത്തിനെ കാണുന്നില്ല. ലോകത്തെ ഒരു വൻ ശക്തി ഉള്ള രാഷ്ട്രത്തിന്റെ പ്രസിഡന്റാണ് ഞാനെന്ന് അദ്ദേഹം ചിന്തിക്കുന്നില്ല. അദ്ദേഹം ചിന്തിക്കുന്നത് അദ്ദേഹത്തിന്റെ കമ്പനി പോലെ കുറച്ചുകൂടെ വലിയ ഒരു കമ്പനിയിലെ CEO ആണ് ഞാൻ എന്നുള്ള മട്ടിലാണ് അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്നത്. അതാണ് അദ്ദേഹത്തിന് പറ്റിയ കുഴപ്പം. നമ്മളൊരു കമ്പനിയുടെ CEO ആയിരിക്കുമ്പോൾ നമുക്ക് പല കഴുത്തറപ്പൻ നടപടികളും സ്വീകരിക്കാം ലാഭത്തിന് വേണ്ടി. ചില സ്ഥാപനങ്ങളെ പൂട്ടിക്കാൻ നോക്കാം, ചില സ്ഥാപനങ്ങളെ ഓടിക്കാൻ നോക്കാം, എന്നിട്ട് ആ കുത്തക മുഴുവൻ നമുക്ക് പിടിച്ചടക്കാനായിട്ട് ശ്രമിക്കാം. പക്ഷെ ഒരു രാഷ്ട്രം അങ്ങനെ ചെയ്യുമ്പോൾ അത് ദൂരവ്യാപകമായ, അതാണ് നരേന്ദ്രമോദി പറഞ്ഞത്,
നിങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിനായിട്ട് ലോകത്തിൻ്റെ ക്രമം മാറ്റാൻ നിങ്ങൾ ശ്രമിച്ചാൽ ഞങ്ങൾ ചില ലോകക്രമം മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കും. അതിൻ്റെ തുടക്കമാണ് ഇന്ന് ഷാങ്ഹായിൽ നടക്കുന്ന ഏഷ്യയിലെ 3 വൻ ശക്തികൾ. റഷ്യ പൂർണ്ണമായ ഏഷ്യയിലല്ലെങ്കിൽ പോലും ഏഷ്യയിലെ 3 വൻ ശക്തികൾ എന്ന് തന്നെ നമുക്ക് പറയാം. സർ, ഇവിടെ മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് വരുന്നത്, ഈ റഷ്യയും ഉക്രൈനുമായിട്ട് നമുക്കറിയാം ഏതാണ്ട് 2 വർഷത്തോളമായിട്ട് യുദ്ധത്തിലാണ്. ഇപ്പോൾ റഷ്യൻ ഈ നമ്മുടെ സെലൻസ്കി, ഉക്രൈൻ്റെ പ്രസിഡന്റ് നരേന്ദ്രമോദിയെ വിളിക്കുകയും അവർ തമ്മിൽ ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. അവർക്ക് സ്വാതന്ത്ര്യ ദിനാശംസ നേർന്ന മോദി നിർണായകമായ പല ചർച്ചകളും അദ്ദേഹത്തിനോട് നടത്തി എന്നാണ് പുറത്തു വരുന്നത്. പുടിനുമായിട്ടും ഇദ്ദേഹം റഷ്യയിൽ വെച്ച് കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ റഷ്യ ഉക്രൈൻ പോരിനൊരു അവസാനം ഉണ്ടാകുമോ? ഈ ഉച്ചകോടിക്ക് അതിലേക്ക് എന്തെങ്കിലും സംഭാവന ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായും സാധിക്കുമെന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിന് തുടക്കം കുറിക്കാനെങ്കിലും സാധിക്കുമെന്നുള്ളതാണ് സത്യം. കാരണം ട്രംപ് സെലൻസ്കിയെ പലവട്ടം അപമാനിച്ചു എന്ന് മാത്രമല്ല, ഈ അവസാനത്തെ വട്ടം നിങ്ങൾ എന്തൊക്കെ നിങ്ങൾ ഈ യുദ്ധത്തിൽ കൈവശം മേടിച്ചിട്ടുണ്ടോ അതെല്ലാം തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഈ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം വേണ്ടെന്ന് വെച്ച് ത്യാഗം സഹിച്ച് കീഴടങ്ങിക്കൊള്ളണം. റഷ്യ യുദ്ധം അവസാനിപ്പിക്കുക, വെടിനിർത്തൽ ആവാം, സമാധാനവും ആവാം, പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം ചെയ്താൽ, അല്ലെങ്കിൽ ഇല്ല. സമ്പൂർണമായ ഒരു കീഴടങ്ങൽ. നാറ്റോ ഇനി നിങ്ങൾക്ക് സപ്പോർട്ടും ചെയ്യില്ല. അതും കൂടെ പറഞ്ഞു, അതല്ലേ? കൈവിട്ടു. കാരണം ആകെ ഈ സെലൻസ്കിക്കുണ്ട പ്രതീക്ഷ നാറ്റോ എൻ്റെ കൂടെ ഉണ്ട്, അപ്പോൾ പിന്നെ പുടിനെ അല്ലെങ്കിൽ റഷ്യയെ അടിച്ചു നിർത്താം, എനിക്ക് കഴിയും. കാരണം ഇത്രയും ലോകരാഷ്ട്രങ്ങൾ, വൻ ശക്തികൾ എന്നോടൊപ്പം നിൽക്കുമ്പം, ഇത്രയും ആയുധ ശേഖരമുള്ള രാഷ്ട്രങ്ങൾ എന്നോടൊപ്പം, കണക്കൂട്ടലെല്ലാം തെറ്റിപ്പോയി. പൊളിച്ചടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. റഷ്യയുടെ ശക്തി ഇപ്പോൾ പൂർണ്ണമായിട്ടും സെലൻസ്കിക്ക് മേൽ പ്രയോഗിക്കാനുള്ള അവസരം അവർക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സെലൻസ്കി മനസ്സിലാക്കി ട്രംപിൻ്റെ കള്ളക്കളിക്ക് കൂട്ടുനിൽക്കുന്നതിനേക്കാൾ നല്ലതാണ് പുടിൻ്റെ കൂട്ടുകാരനായി നിൽക്കുന്ന, ഉറ്റ സുഹൃത്തായി നിൽക്കുന്ന ഇന്ത്യയെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആശ്രയിക്കുന്നതാണ് വളരെ നല്ലതെന്ന്. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ടോക്ക് ഇട്ടിരിക്കുന്നത്. ആ ടോക്കിൽ ഒരുപാട് കാര്യങ്ങൾ അവർ തമ്മിൽ കൈമാറിയിട്ടുണ്ട്. തീർച്ചയായും ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് റഷ്യയുടെയും സെലൻസ്കിയുടെയും ഒരു ആവശ്യമാണ്. അത് തീർച്ചയായിട്ടും നടത്തുന്നതിനുള്ള ഒരു വഴിമരുന്നിടാനുള്ള ഒരു ഡിസ്കഷൻ കൂടെ ഈ ഉച്ചകോടിയിൽ പുടിൻ മോദി ഒറ്റയ്ക്കുള്ള കൂടിക്കാഴ്ചയും കൂടെ ഉണ്ട്. ആ കൂടിക്കാഴ്ചയിൽ ഇത്തരം ചർച്ചകൾ ഉണ്ടാവും. സർ, അതുപോലെ തന്നെ ഈ ബ്രിക്സ് നേഷനിലെ 3 പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, റഷ്യ, ചൈന, ഇന്ത്യ, RIC, ബാക്കി ബ്രസീലും സൗത്ത് ആഫ്രിക്കയും ഉണ്ടെങ്കിലും ഈ 3 രാജ്യങ്ങളും ഇവിടെ ഒരുമിച്ച് ചേരുകയാണ്. ട്രംപ് വളരെയധികം ഭയപ്പെടുന്നുണ്ട് ഈ ഡോളറിന് പകരമായിട്ടൊരു ബ്രിക്സ് കറൻസി വരുമോ എന്ന് ഭയപ്പെടുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഈ ചർച്ച ഈ ഉച്ചകോടിയിൽ ഇപ്പോൾ നടന്നില്ലെങ്കിലും അതിന്റെ ചില പ്രാരംഭ ചർച്ചകൾ നടത്താനുള്ള സാധ്യതയുണ്ട്. കാരണം ട്രംപിന് അമേരിക്കയ്ക്ക് ഒരു വെല്ലുവിളി കൊടുക്കുന്ന ഏറ്റവും നല്ല ആയുധം, അമേരിക്കയെ യുദ്ധത്തിന് വിളിക്കുന്നതിനേക്കാൾ അവർ ഭയക്കുക ഡോളറിന്റെ വില ഇടിയും എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡോളറിന്റെ വില ഇടിക്കാനുള്ള പ്രാരംഭ ചർച്ച ഞങ്ങൾ തുടങ്ങിയെന്നറിഞ്ഞാൽ തന്നെ ട്രംപിന് മാറ്റമൊന്നും വന്നില്ലെങ്കിലും അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റും എക്കണോമിക് എക്സ്പേർട്ടുകളും അവരുടെ ഫെഡറൽ റിസർവ് ബാങ്ക് വരെ ഒന്ന് ആടി ഉലയും, സംശയമില്ല. കാരണം അവര് പിടിച്ചു നിൽക്കുന്നത് ഈ ഡോളർ അതീശത്വം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ സ്വർണ്ണമുള്ള പോലെയാണ്. ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളും ഡോളർ റിസർവ് ആക്കി വെക്കുകയാണ്. അപ്പൊ അതാണ് അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഡോളറിനെ എല്ലാവരും വിലമതിക്കുന്നത്. ഡോളറിന്റെ വില ഇടിഞ്ഞാൽ ലോകം ഇടിഞ്ഞു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഡോളർ സ്വർണത്തിന് തുല്യമായ ഒരു സാധനമായാണ് ഇപ്പം ലോകരാഷ്ട്രങ്ങൾ മുഖത്ത് 200 ഒരു കാലത്ത് നമ്മൾ പറയാറുണ്ട് പെട്രോ ഗോൾഡ് എന്ന് പറയാറുണ്ട്. ഇപ്പൊ അത് പെട്രോ ഡോളറായി മാറിയിരിക്കുകയാണ്. അപ്പൊ അത് ഈ ഡോളറിന്റെ എണ്ണയും ക്രൂഡ് ഓയിലും ഡോളറും എണ്ണയുടെ ഉൾപ്പെടെയുള്ള വ്യാപാരത്തിൽ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ലാതായി മാറും. തീർച്ചയായിട്ടും ഡോളറിന്റെ വില ഇടിക്കാൻ ഒരു ബ്രിക് കറൻസിക്ക് സാധിക്കും. അത് അമേരിക്ക ഭയപ്പെടുന്നുണ്ട്. അമേരിക്കയ്ക്ക് അത് തന്നെയാണ് ഏറ്റവും വലിയ തലവേദന. അമേരിക്കയെ വരട്ടാനുള്ള ഏറ്റവും നല്ല മരുന്നും അതാണെന്ന് മോദിക്കറിയാം,
ചൈനയ്ക്ക് അറിയാം, സെലൻസ്കി അപ്പം പുടിനെ അറിയാം, അതുപോലെ തന്നെ ഷീ ജിൻപിങ്ങിനും അറിയാം. യാതൊരു സംശയവുമില്ല അവർ അത്തരത്തിലുള്ള ചർച്ചയ്ക്ക് തുടക്കം കുറിക്കും. പക്ഷെ അത് പെട്ടെന്ന് നമുക്കങ്ങനെ തുടങ്ങാൻ സാധിക്കില്ല. പക്ഷെ അത് കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളെ രാജ്യത്ത് നമ്മൾ UPI കൊണ്ടുവന്ന പോലെ അതിന് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട്. ആ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മുടെ രാജ്യത്താണെങ്കിൽ നമുക്കൊരു ഓർഡർ ഇറക്കി അല്ലെങ്കിൽ നമ്മുടെ റിസർവ് ബാങ്കിനെയും മറ്റു ബാങ്കുകളെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് കുറച്ച് ചെയ്യാൻ സാധിക്കും. പക്ഷേ ലോകത്ത് അങ്ങനെ ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക ഇത്രയും രാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണ്. അല്ല, അത് മാത്രമല്ല, ഈ ഇത്രയും രാഷ്ട്രങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ മിഡിൽ ഈസ്റ്റ് വരും. മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങൾക്ക് ഈ രാഷ്ട്രങ്ങളെ സമീപിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ അത് യൂറോയെ ബാധിക്കും. പിന്നെ ഡോളറിനെ മാത്രമല്ല യൂറോയും വലിയ തോതിൽ ബാധിക്കും. അപ്പോൾ ഇപ്പൊ തന്നെ ട്രംപിന് ഈ പിന്നെ യൂറോയെ പേടിയുണ്ട്. അതെ. ഇത് നിലക്കെ വേറൊരു കറൻസിയും കൂടെ ഇതുപോലെ പ്രോമിനൻ്റ് ആയിട്ട് വരുമ്പോൾ എന്താവും എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ബ്രിക് രാഷ്ട്രങ്ങൾ ഒരു കറൻസി, കോമൺ കറൻസി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് ഒന്നും പറയാൻ കഴിയില്ല. കാരണം യൂറോ നിങ്ങൾ അനുവദിച്ചില്ലേ. യൂറോപ്പിലെ മുഴുവൻ രാഷ്ട്രങ്ങൾക്കുമായിട്ട് ബ്രിട്ടൻ ഒഴിച്ച് ബാക്കി രാഷ്ട്രങ്ങൾക്ക് യൂറോ കൊണ്ടുവരാമെങ്കിൽ എന്തുകൊണ്ട് ഇവർക്ക് ബ്രിക്സ് രാഷ്ട്രങ്ങൾക്ക് ഒരു ബ്രിക് കറൻസി കൊണ്ടുവന്നുകൂടാ എന്നുള്ള ചോദ്യത്തിന് വലിയ പ്രസക്തി വരികയാണ്. അങ്ങനെ ചൈനയിൽ നമ്മൾ വിചാരിക്കാത്ത ഒത്തിരി കാര്യങ്ങൾ നടക്കുകയും വിചാരിക്കുന്ന ചില കാര്യങ്ങൾ നടക്കാതിരിക്കുകയും കൂടി ചെയ്യും. കാരണം ഇപ്പം നമ്മൾ വിചാരിക്കും അടുത്ത ദിവസം വ്യാപാരം നമ്മൾ വലിയ തോതിൽ നടക്കുന്നു. പക്ഷെ അതിനുള്ളൊരു സാധ്യത ഇപ്പോഴത്തെ ഇതിൽ കാണാൻ നമുക്ക് പൂർണ്ണമായും കഴിയില്ല. പക്ഷേ അതിൻ്റെ പ്രാരംഭ നടപടികൾ ഇപ്പോൾ ആരംഭിക്കും. കാരണം ഇന്ത്യയുടെ പ്രധാനമായ ഒരു ആവശ്യം എന്ന് പറയുന്നത് അതിർത്തി ക്ലിയർ ആക്കണം. 47 മുതൽ ഇന്ത്യയും ഇന്ത്യ ചൈനയോട് ആവശ്യപ്പെടുന്നത് ഈ കാര്യമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ ചൈന ഒരു വലിയ വ്യാപാര കരാറിലേക്ക് ഇപ്പോൾ പോകുന്നതാണ്. പക്ഷെ അത് പൂർണ്ണമായിട്ടും ഇപ്പോൾ നടക്കണമെന്നില്ല. അതിൻ്റെ കാരണം നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്നത് നമ്മുടെ അതിർത്തി ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിർത്തി ക്ലിയർ ആക്കിക്കൊണ്ട് മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതായിരിക്കും നരേന്ദ്രമോദി പ്രാധാന്യം കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ വ്യാപാരം കമ്മി നിലനിൽക്കുന്നത് കുറയ്ക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കും കൂടെ നമ്മൾ ചൈനയെ പ്രഷറൈസ് ചെയ്യും. പക്ഷെ ചൈന പൂർണ്ണമായിട്ടും അതിൽ വിധേയത്വം കാണിക്കണമെന്നില്ല. ചൈനയ്ക്ക് എപ്പോഴും ഒരു മേൽക്കോയ്മ ട്രേഡ് ഡെഫിസിറ്റിൽ വേണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. ഇത് USA കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. ചൈനയ്ക്ക് നമ്മുടെ മേലൊരു അധീശത്വത്തിന് കൂടുതൽ സാധനങ്ങൾ ഇവിടെ ഇറക്കുകയും കുറച്ച് സാധനങ്ങൾ അങ്ങോട്ട് വാങ്ങിക്കുകയും ചെയ്യുന്ന ശൈലിയാണ് അവർക്കുള്ളത്. അപ്പം അതിലൊക്കെ കുറേ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടെ നമ്മൾ ശ്രമിക്കും. അതോടൊപ്പം തന്നെ റെയർ എർത്ത് അടക്കമുള്ള ഇവിടെ ഇമ്പോർട്ടൻ്റായിട്ട് നമുക്കിപ്പോൾ സോളാർ പാനലുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, മൊബൈൽ, ഇതിനൊക്കെ തന്നെ വേണ്ട റെയർ എർത്തുകൾ നമുക്ക് അവിടുന്ന് ഇറക്കുമതി ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കും. ഏറ്റവും ഡിമാൻഡുള്ളൊരു സാധനം, ഏറ്റവും ആവശ്യമുള്ളൊരു സാധനമാണത്. അതുപോലെ തന്നെ നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ഷൻ ആവശ്യമുള്ള ചില ധാതുക്കൾ അവിടെ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതൊക്കെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടാനായിട്ടുള്ള ശ്രമം നടത്തും. അതൊക്കെ നമ്മുടെ എക്കോണമിയെ വളരെയധികം ബൂസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എന്തായാലും നമുക്ക് ട്രംപ് 1 രൂപയുടെ വെല്ലുവിളിയാണ് നടത്തിയെങ്കിൽ നമ്മൾ 100 രൂപയുടെ വെല്ലുവിളിയാണ് ട്രംപിന് തിരിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യത്തിൽ ട്രംപിന് നോബൽ സമ്മാനം കൊടുക്കണമെന്നാണ് എൻ്റെ ആവശ്യം. അത് 2 ശക്തികളായി നിന്നുകൊണ്ട് ഏഷ്യയിൽ വളരെ ടെൻഷൻ ക്രിയേറ്റ് ചെയ്തിരുന്ന ചൈനയെയും ഇന്ത്യയെയും അദ്ദേഹം യോജിപ്പിച്ചു. അതിന് സമാധാനത്തിനുള്ളൊരു നോബൽ പ്രൈസ് അദ്ദേഹത്തിന് കൊടുത്താലും തിരക്കേടില്ല എന്നാണ് ലോകത്തോട് നാം പറയേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.